ചുരത്തിലെ മണ്ണിടിച്ചിലിൽ സർക്കാർ കൃത്യമായി ഏകോപനം നടത്തുന്നില്ല എന്ന് ടി സിദ്ദീഖ് എംഎൽഎ. കോഴിക്കോട് കളക്ടർ ഉൾപ്പെടെ ആരും സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായില്ല എന്നും ടി സിദ്ദീഖ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിലവിലെ ഇന്ന് ഉച്ചയ്ക്കുണ്ടായിട്ടുള്ള അപകടം ഏറെ ഗൗരവതരമാണ്. ഒരു ചെറിയ ശബ്ദത്തോടു കൂടിയിട്ടുള്ള പൊട്ടലും പ്രശ്നങ്ങളും ഉണ്ടായി. അതോടുകൂടി റോഡ് പൂർണ്ണമായും കല്ലും മണ്ണും ചെളിയും വന്ന് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ JCB ഉപയോഗിച്ചുകൊണ്ട് ആംബുലൻസുകൾക്ക് ഒന്ന് പോകാനുള്ള വഴി ക്രമീകരിച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ആംബുലൻസിന് പോകാനുള്ളതായിരിക്കുന്ന വഴി അവിടെ ഉണ്ടാക്കി. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടയൊന്ന് നീങ്ങി മഴയൊന്ന് ശമിച്ചതിന് ശേഷം അവിടെ പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അതിന് ജിയോളജി, സോയിൽ കൺസർവേഷൻ, ഫോറസ്റ്റ് ആളുകളുടെ ഒരുമിച്ചുള്ള ഇന്നലെ നടത്തിയതുപോലെയുള്ള ഒരു ടീം അവിടെ പോയി പരിശോധിക്കും. ഇപ്പോൾ പരിശോധിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കനത്ത മഴയും ഈ സാഹചര്യം പുതിയ പൊട്ടലും എല്ലാം കൂടി ഉണ്ടായപ്പോൾ വളരെ ഗുരുതരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇത് കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗമാണ്. അവിടെ നിന്നുള്ള കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾ എത്തിയില്ല എന്നുള്ള വലിയൊരു പരാതി. കളക്ടർ മാത്രമല്ല, വയനാട് ജില്ല ഇത്രയും 26, 27, 28 3 ദിവസമായി. കോഴിക്കോട് ജില്ലാ കളക്ടർ വന്നില്ല. നമ്മുടെ ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന പലരും വന്നില്ല. വേണ്ടത്ര ഏകോപനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പലരെയും വിളിക്കുന്നുണ്ട്, പലരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഏകോപനം ഈ കാര്യത്തിൽ നടന്നിട്ടില്ല. കളക്ടറും ഉദ്യോഗസ്ഥന്മാരുടെയും സമർപ്പിതമായ പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, എടുത്തു പറയുകയാണ്. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കര റിസ്ക് എടുത്തു. ഫയർ എല്ലാവരും ഫുൾ റിസ്ക് എടുത്തിട്ടാണ്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ ആളുകളും, ഫോറസ്റ്റ്, സോയിൽ കൺസർവേഷൻ, ജിയോളജിസ്റ്റ് എല്ലാവരും നല്ല രീതിയിലുള്ള റിസ്ക് എടുത്തു. പക്ഷേ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഭാഗമാണ്. അവർ വരണ്ടേ, അവർ പരിശോധിക്കണ്ടേ, എന്നിട്ട് അടിയന്തരമായ നടപടി എടുക്കണ്ടേ. ആ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വയനാട് ഓണം ഫെസ്റ്റ് ആണല്ലോ, ഓണാഘോഷം തുടങ്ങി. ആളുകൾ മുഴുവൻ കൂടണയാൻ വേണ്ടി വരികയാണ്. ഇതിലൂടെ പാസ് ചെയ്യുന്ന ആളുകൾ, ഇവിടേക്ക് വരുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് മൂന്നാമത്തെ ദിവസമായിട്ടും ഇത്രയും. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? അമൃത, മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ് നീരൊഴുക്ക് ചുരത്തിന്റെ നേരത്തെ ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിലച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ പോലും ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത്രക്കും സ്ഥിതി മോശമായി തന്നെ തുടരുകയാണ്. മഴ കൂടുതൽ ശക്തമാകുന്തോറും വെള്ളം കൂടുതൽ ഇരച്ച് വരികയും നിലവിൽ അടിഞ്ഞു കിടക്കുന്ന കല്ലും മണ്ണും ഒക്കെ വളരെ ശക്തിയായിക്കൊണ്ട് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. എത്ര സമയത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊന്നും തന്നെ യാതൊരു ഉറപ്പും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ ചൊവ്വാഴ്ച മണ്ണിടിഞ്ഞില്ലേ ഫൈസൽ, അതേ ഇടത്ത് തന്നെയാണോ വീണ്ടും ഈ മണ്ണിടിച്ചിലുണ്ടായത്? തീർച്ചയായും അമൃത, അത് തന്നെയാണ്. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ അതേ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് ബാക്കിയുള്ള മണ്ണും പാറക്കഷ്ണങ്ങളും ഒക്കെ തന്നെ അവിടെ നിൽക്കുകയാണ്. അത് പൂർണ്ണമായും താഴേക്ക് വലിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ആ കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൽ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. രാവിലെ നേരിയ തോതിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും പിന്നീട് ഈ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് വാഹനങ്ങൾ പോകുന്ന സമയത്ത് പോലും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. ഇതാണ് പൂർണ്ണമായും ഗതാഗതം നിരോധിക്കാനുള്ള ഒരു കാരണമായി കാണുന്നത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, മഴ ഇനിയും ഇതേ സാഹചര്യത്തിൽ തുടരുകയാണെങ്കിൽ കൂടുതൽ കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ടി സിദ്ദീഖ് എംഎൽഎ പറയുന്നുണ്ട്. കാരണം കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് കോഴിക്കോട് ചുരം, വയനാട് ചുരം എന്ന് പറയുന്നത്. അതോ കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് 3 ദിവസമായിട്ടും കടന്നു വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 3 ദിവസമാകുന്നു വയനാട് പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. നമുക്കറിയാം, നാളെ ഓണം വെക്കേഷനൊക്കെ തുടങ്ങുകയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ വയനാട് ജില്ലയിലേക്കും തിരിച്ച് കോഴിക്കോട്ടേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യമുണ്ടാകും. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായും ഈ ചുരം അടച്ചിട്ടത് കാരണം അത്തരത്തിൽ ഒരു വാഹനങ്ങൾക്കും കടന്നു പോകാൻ സാധിക്കും
സാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ആംബുലൻസ് മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അത്യാവശ്യ മെഡിക്കൽ എമർജൻസി വാഹനങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. എന്നാൽ ഇതും ഫൈസലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിനൊക്കെ നാട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിലുള്ള വാഹന തടസ്സമാണ് അവിടെ നേരിടുന്നത്. ഇന്നിപ്പോൾ രാവിലെ മഴ മാറുന്ന സാഹചര്യത്തിൽ ചെറുതായി ആ ബ്ലോക്കിൽപ്പെട്ടിരിക്കുന്ന കുറച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും നിരവധി വാഹനങ്ങൾ 2 സൈഡിലും അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായും അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ അത്തരത്തിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രിയിലൊക്കെ വാഹനങ്ങൾ വന്ന് നിറഞ്ഞു നിൽക്കുന്ന 2 സൈഡിലും കിലോമീറ്ററുകളോളം വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യം ചുരത്തിൽ നിലനിന്നിരുന്നു. ലക്കിടി മുതൽ വൈത്തിരി വരെയുള്ള ഭാഗങ്ങളിലും അടിവാരം മുതലും ഇത്തരത്തിൽ വലിയ വാഹന വ്യൂഹം തന്നെ ചുരത്തിന്റെ ഇരുഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഈ വാഹനങ്ങളൊക്കെ തന്നെ ആദ്യം രാവിലെ ഇന്നലെ രാത്രി ഗതാഗതം പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ആളുകളാണ്. പക്ഷേ വീണ്ടും ഗതാഗതം പൂർണ്ണമായും അടച്ചതോടെ ആളുകളൊക്കെ തന്നെ വലിയ തരത്തിൽ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഒരു ഭാഗത്ത് കൂടെയെങ്കിലും കടത്തിവിടണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മഴ കൂടുതൽ ശക്തമാകുന്നതോടെ വെള്ളം ഒലിച്ചിറങ്ങുന്നു. അതോടൊപ്പം തന്നെ കല്ലും മണ്ണും താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകൾ പോലും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് കുറച്ച് മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ അത് കണ്ടതാണ്. കുറച്ച് മുമ്പ് വലിയ മലവെള്ളം മുകളിൽ നിന്ന് ഒലിച്ചു വന്നതിനെ തുടർന്ന് കല്ലും മണ്ണും താഴേക്ക് വരുന്നത് നമ്മൾ ഡയറക്റ്റായി കണ്ടതാണ് ആളുകളെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പൂർണ്ണമായും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ സ്പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലും മണ്ണും ഈ വാഹനങ്ങൾക്ക് മുകളിൽ പതിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ആർക്കെങ്കിലും അത്തരത്തിലൊരു അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നീട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിരോധിക്കാനുള്ള ഒരു കാരണം. ഇന്നും ഈ ഇത്തരത്തിൽ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഏത് സമയത്ത് അല്ലെങ്കിൽ എത്ര സമയത്തിനകം ചുരം തുറന്ന് യാത്രായോഗ്യമാക്കാൻ കഴിയുമെന്നുള്ള